റൂം ക്ലീൻ ചെയ്തപ്പോൾ എനിക്ക് എൻ്റെ ഒരു ഷീറ്റ് മാസ്ക് കിട്ടി. വളരെ മുമ്പ് മേടിച്ച് വെച്ചതാണ്. അപ്പോൾ ഞാനതൊന്ന് അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ച് ഫേസിലേക്ക് ഒന്ന് നോക്കിയപ്പോൾ ഫുൾ ഫേഷ്യൽ ഹെയർ കൊണ്ട് മൂടിയിരിക്കുകയാണ്. അപ്പോൾ അതാദ്യം ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ഷീറ്റ് മാസ്ക് അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്നത് സാൻഫിൻ്റെ ഫേഷ്യൽ റൈസറാണ്. അതിന് മുമ്പ് ഒരു ബാം ഞാൻ അപ്ലൈ ചെയ്യാറുണ്ട്. ഇത് നമ്മൾ ഫേഷ്യൽ ഹെയർസൊക്കെ റിമൂവ് ചെയ്യുന്നതിന് മുമ്പ് ഫേസിൽ അപ്ലൈ ചെയ്യുന്ന കാർമിസ്റ്റിൻ്റെ ഒരു ഫേഷ്യൽ ബാമാണ് കേട്ടോ. ഇതിൽ അലോവേര, കുക്കുംബർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട്. ബാം അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ ഫേഷ്യൽ റൈസർ വെച്ചിട്ട് നല്ലപോലെ ഷേവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ശ്രദ്ധിക്കണം, കുറച്ച് വലിച്ച് പിടിച്ച് സ്ട്രെച്ച് ചെയ്ത് പിടിച്ചിട്ട് ഷേവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹെയർസ് കിട്ടും. എനിക്ക് കുറേ ഉണ്ട് ഞാൻ ഹെയർസ് റിമൂവ് ചെയ്തിട്ട്, അതുകൊണ്ട് തന്നെ ഒരുപാട് എനിക്ക് കിട്ടുന്നുണ്ട്. ഹെയർ റിമൂവ് ചെയ്യണവരെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും മസ്റ്റായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് യൂസ് ചെയ്യുന്നതിന് മുൻപായിട്ട് ഏതെങ്കിലും ബാമോ അല്ലെങ്കിൽ ജെല്ലോ യൂസ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി സ്കിൻ കെയർ ആയിട്ട് അത് പോകുന്നതായിരിക്കും. അല്ലാണ്ട് ഡയറക്റ്റ് ബ്ലേഡ് യൂസ് ചെയ്യുന്നത് സ്കിന്നിന് വളരെ വലിയ ഡാമേജസ് ആയിരിക്കും. അങ്ങനെ ഹെയറൊക്കെ റിമൂവ് ചെയ്ത് ഞാൻ വാഷ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ശേഷം നമുക്ക് ഷീറ്റ് മാസ്ക് അപ്ലൈ ചെയ്യാണ് ഞാൻ. മുന്നും ഞാൻ ഷീറ്റ് മാസ്ക് ഒക്കെ യൂസ് ചെയ്തതിൽ എനിക്ക് ഏറ്റവും റിസൾട്ട് തോന്നിയിട്ടുള്ളത് ഓത്രിയുടെ ഒരു ഷീറ്റ് മാസ്ക് ആയിരുന്നു. ഇത് ജസ്റ്റ് 99 വരുന്നുള്ളൂ. ഓത്രിക്ക് നല്ലൊരു 210 രൂപ റേഞ്ചായിരുന്നു ഞാൻ മേടിക്കുമ്പോൾ ഉണ്ടായിരുന്നത്. അതെനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു ഫംഗ്ഷന് മുമ്പ് യൂസ് ചെയ്തിട്ടുള്ളൊരു ഇതായിരുന്നു. നെക്സ്റ്റ് ടൈം ഞാൻ ഓത്രിയുടെ ഷീറ്റ് മാസ്ക് ഒന്ന് ട്രൈ ചെയ്യുന്നതായിരിക്കും. ശേഷം ഈ ഷീറ്റ് മാസ്ക് ഇട്ടിട്ട് എൻ്റെ മോൾ എന്നെ തന്നെ അങ്ങനെ നോക്കി അന്തം വിടായിരുന്നു. ആരാ ഇതെന്ന് വെച്ചിട്ട് മനസ്സിലായില്ല. ഇത്തിരി നേരം മോതിയൊക്കെ നോക്കിയിട്ട് പിന്നെ ഇവിടെ ഭയങ്കര കരച്ചിലും ബഹളമായിരുന്നു. ശേഷം ഒരു 15 മിനിറ്റ് വെച്ചതിന് ശേഷം റിമൂവ് ചെയ്യുക. നമുക്ക് നല്ലൊരു കൂളിങ്ങും നല്ല റീഫ്രഷിംഗ് ആയിട്ട് തോന്നും.